ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ വളരെ രുചിയായിട്ടുള്ള കുത്തി ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 4 ചപ്പാത്തി എടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചപ്പാത്തി ഒന്ന് ചുരുട്ടിയിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്യണം. പിന്നെ തിരിച്ചതൊന്നും കൂടെ ഇതേപോലെ കുട്ടി കുട്ടി പീസാക്കി ഒന്ന് കട്ട് ചെയ്യണം. ഈ ഒരു രീതിയിൽ. അപ്പോൾ പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. വലിയൊരു സവാള കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, പൊടിയായിട്ടല്ല, ഈ ഒരു സൈസിലൊക്കെ. അതുപോലെ ഒരു പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിലരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാളയുടെ നിറം ഒന്നും മാറണ്ട, അത്രയൊന്നും ഇത് വഴലണ്ട, കുറച്ചൊന്ന് വഴന്നാൽ മതി. ഈ സവാളയും പച്ചമുളകും ഒക്കെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലോട്ടൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. വലിയൊരു തക്കാളി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ കുറച്ചൊന്ന് വഴറ്റാം. ഇത് 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. ഇത് മുഴുവനും അങ്ങ് സോഫ്റ്റ് ആവണ്ട, പകുതിയൊക്കെ ഒന്ന് വഴന്നാൽ മതി. ഇതിപ്പോൾ 2 മിനിറ്റൊക്കെ വഴറ്റിയിട്ടുണ്ട്, ഇത്രയും മതി. ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ലോ ഫ്ലെയിമിൽ ഇളക്കാം, ഈ പൊടികളുടെ പച്ചമണം പോകാൻ വേണ്ടി 1-2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. ഇപ്പോൾ 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിങ്ങനെ സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം. ഇതിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതില്ലേ ഒരു പകുതിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചപ്പാത്തി ബാക്കി വരണമെന്നില്ല. ഈ ചപ്പാത്തി കഴിക്കാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികളൊക്കെ കാണും, അവർക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കാമെങ്കിൽ ഇത് മുഴുവനും കഴിച്ചോളും. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ടെടുക്കണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട. നല്ലതായിട്ടെല്ലാം ഒന്ന് പെരണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുട്ടയൊക്കെ വെന്തിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്